കുഞ്ഞിനെ വളർത്താൻ വേണ്ടിട്ട് അപ്പനും അമ്മയും ഒരുങ്ങേണ്ട എപ്പോഴാ? ഗർഭാവസ്ഥയെ കടക്കുമ്പോൾ മുതലല്ല, ഉരുവാകുന്നതിന് മുമ്പേ നമുക്ക് നല്ലൊരു അതാ അവിടെയാ പ്രശ്നം. ഇതില്ല, ഇത് ഞാൻ എന്നാ ക്ലാസ് എടുത്തിട്ട് മനസ്സിലാകില്ല. ഇത് അന്നേരം പറയാം, അച്ഛൻ ഇത് നേരത്തെ വന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ഇനിയും ക്ലാസ് എടുത്തിട്ടുണ്ടാ പ്രയോജനം ചോദിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, ഇതാ പ്രശ്നം. അവിടെ ലേണിംഗ് പ്രോസസ്സ് തുടങ്ങുക, അവിടെ മുതൽ തുടങ്ങി അത് കഴിഞ്ഞതിന് അന്നേരം മുതലേ അമ്മയുടെ ഫീലിങ്സ് ആരനുഭവിക്കുന്നുണ്ടേ. അതുകൊണ്ടാ ഒരു രീതിയിലും ആ അമ്മയ്ക്ക് പണ്ടത്തെ കാലത്തെ, അതുകൊണ്ടാ അമ്മമാര് പറഞ്ഞ ചോദിക്കുന്ന അന്നേരം മാങ്ങ പറിക്കാനായിട്ട് ഓടി അന്നേരം കൊച്ചിന് അമ്മയ്ക്ക് കൊടുക്കണം. കാരണം എന്താ, ഈ അമ്മ മാനസിക സംഘർഷം ഇപ്പൊ ഓടി മാമ കറിച്ച് വന്നിട്ടുണ്ടോ? കാരണം അതാ അമ്മച്ചിമാര് പറയുന്നതാ ഇതൊന്നും. അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വളർത്താനായിട്ട് ആ സമയത്ത് യാതൊരു മെന്റൽ ആഗണിയും ആർക്ക് കൊടുക്കരുതേ, അമ്മയ്ക്ക് കൊടുക്കരുത്. കാരണം അത് ആരുടെ വളർച്ചയെ ബാധിക്കും അവിടെ പോലെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് വിൻഡോസ് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്തു. വിൻഡോസ് പ്രത്യേകിച്ചും എന്താ കണ്ടും കേട്ടും മണത്തും അറിഞ്ഞും രുചിച്ചും ഈ കുഞ്ഞ് അന്നേരം മുതലേ ഓരോ സോഫ്റ്റ്വെയറും നമ്മൾ ആരും പഠിപ്പിക്കാതെ ലേൺ ചെയ്തു. ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല കയ്യിരിപ്പുകളെല്ലാം ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചാണോ ഷൈ? നമുക്ക് എല്ലാവർക്കും നന്മയുണ്ട്, എല്ലാവർക്കും നന്മയാണ് കൂടുതൽ. പക്ഷെ എന്നാലും അതിന്റെ ഇടയ്ക്ക് ചില കുളവത്തരമൊക്കെ ഉണ്ട്. ഇത് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചാണോ? അല്ല, പിന്നെ എവിടെതാ? ഇതാ നമ്മുടെ കുഴപ്പം. ഇത് നമ്മൾ ലേൺ ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ കുഞ്ഞിന്റെ തലച്ചോറിന്റെ അകത്തോട്ടെ ഈ ഓരോ എൻവയറമെന്റും പെട്ടെന്ന് ഇത് ഏറ്റവും കൂടുതൽ കുഞ്ഞെ ഒപ്പിയെടുക്കുന്ന പ്രായം ഏതാ? കുഞ്ഞായിരിക്കട്ടാ. എന്നിട്ട് ഓരോ ഫയൽസ് ആയിട്ട് എടുത്തിരിക്കുക, ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുക. അതിലെ ഇമോഷണൽ ഫാക്ടേഴ്സ് പെട്ടെന്ന് ടച്ച് ചെയ്യും. നമ്മൾ ഓർത്തോ, ചില പ്രത്യേക വൈകാരികമായിരിക്കുന്ന കാര്യങ്ങളും ചില പ്രത്യേക കാര്യങ്ങളും കണ്ടാൽ അത് മരണം വരെ ഇവിടെ ഇരിക്കും. അതാണ് നമ്മുടെ പ്രോബ്ലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, പ്രോബ്ലമായിട്ട് തീരുന്നത്. അതിന്റെ കുഴപ്പം ഇതാണ്. ഇന്നത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ജനിച്ചു വീണ് കഴിയുമ്പോഴേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കാണാനും കേൾക്കാനുമായിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാത്ത പലതും ഇന്ന് ആർക്ക് കിട്ടും? പണ്ടത്തെ കാലത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുമായിരുന്നു. നമ്മൾ ഇതുപോലെ ഇരിക്കുമായിരുന്നോ? ഇതിനെക്കഴിഞ്ഞ വില്ലന്മാർ നമ്മളായനെ അല്ലെന്ന് പറയാൻ പറ്റുമോ? അന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ മര്യാദരാമമായിട്ട്. അപ്പൊ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കുഞ്ഞ് ജനിച്ചു വീണ് കഴിയുമ്പം സർവ്വ തിന്മയും എവിടെയുണ്ടായി? കുഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴേ ആദ്യമേ ഇട്ട് കുഞ്ഞ് കളിക്കുന്ന എന്നതാ, ആദ്യമേ റിമോട്ട് ഇട്ടാക്കണം. അതായത് കയ്യിൽ പിടിക്കാറാണ് റിമോട്ടെ. അതിന്റെ അകത്തു നിന്നുള്ള ഇത് ഈ സമയത്ത് കാണുന്നതിന് കൊച്ചിനെ തിരിച്ചറിയാൻ പറ്റുമോ? ഈ കാണുന്നത് മുഴുവൻ കൊച്ചെന്നാണ് തോന്നുന്നേ? ഇത് ഈ വീട്ടിൽ അമ്മയും അപ്പനും വെച്ച് കാണുന്ന ഇതെല്ലാം എന്നതാണെന്നുള്ളതാ. നല്ലതാണ്, ശരിയാണ്. കൊച്ചിനെ നമുക്ക് ഈ പ്രായത്തിൽ കണ്ടാൽ തെറ്റാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഒരു 14, 15, 16 വയസ്സായി കഴിയുമ്പം ഇത് അന്നേരം മുതലേ ഇത് ഇവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആദ്യമേ ഇത് കഴിഞ്ഞാൽ ഇത് TV ഏറ്റവും കൂടുതൽ ഇത് ഭയങ്കരമായിരിക്കുന്ന എഫക്റ്റ് ആകട്ടോ. എനിക്ക് കേസ് വരുന്നതിൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് കേസ് എടുത്ത് പറയാൻ നേരം ഞാൻ പിന്നെ എടുത്ത് തന്നെ പറയാം. വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കഴിഞ്ഞ ആഴ്ച എന്റെ അടുക്ക 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നു. അമ്മ ഭർത്താവ് ഗൾഫിലാ. അമ്മ കരഞ്ഞങ്ങ് നിലവിളിക്കുക. കാരണം ഇവനെ ഒന്നാമത്തെ കാര്യം അവൻ ബോർഡർ ലൈൻ പേഷ്യന്റാ. പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് അവനെ ബുദ്ധി IQ ലെവല് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ 24 മണിക്കൂറും ടിവിയുടെ മുമ്പിലായിരിക്കുള്ളൂ. എന്നിട്ട് ഇവനെ ഭയങ്കര വൾഗർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അമ്മ ഇവനെ ഭയങ്കരമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ഫിസിക്കൽ പ്രോബ്ലത്തിൽ നിന്നാണ് ഈ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ കിടക്കുന്ന അമ്മയാണ്. പക്ഷേ ഈ 13 വയസ്സുള്ള അമ്മയോടെ ഈ കുഞ്ഞെ അടുത്ത കാലത്ത് ചോദിക്കുന്ന ചോദ്യം, അമ്മ അയലോക്കത്ത് ഭർത്താവില്ല, ഒരാളിനെ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഇവൻ ചോദിക്കുന്ന, തള്ളേ നിങ്ങൾക്ക് എന്താ ഇത്ര ഇളക്കം, അവന്റെ കൂടെ പോകാനാണോ എന്ന് ചോദിക്കുന്നത്. 13 വയസ്സുള്ള കൊച്ചു ചോദിക്കുന്ന. എന്നിട്ട് ആ സ്ത്രീ ഇരുന്നു, എൻ്റെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ അടുക്കലെ ഞാൻ PGC ക്ലാസ് എടുക്കാൻ നേഴ്സുമാർ പോയപ്പോൾ അവിടുന്ന് ഒരു നേഴ്സിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. കാരണം ഈ കുഞ്ഞിന് എവിടുന്ന ഈ ലാംഗ്വേജ് കിട്ടുന്നത്? ഈ ചിന്ത എവിടുന്നാ കിട്ടുന്നത്? TV എന്ന് പറയും. ആ TV അത് കഴിഞ്ഞാല് നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കിക്കോ, ഏതൊക്കെയാണ്? മൊബൈല്, ഇന്റർനെറ്റ്. അതുകൂടാതെ ഇന്ന് നമ്മുടെ ഈ കൂട്ടുകാരുടെ അത് ഓരോന്നും ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഓരോന്നും വ്യത്യാസം ഒന്നുമില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പം ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവരുടെ മാനസികമായിരിക്കുന്ന ഗ്രോത്തിൽ ഇവരുടെ തിങ്കിങ് പവറെ മോശമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രോത്തിന്റെ പ്രശ്നം. ഇതാണ് ജനറ്റിക് പ്രോഗ്രാമിലും സോഫ്റ്റ്വെയറും വരുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് ഇതായിക്കണ്ടേ.
അതുകൊണ്ട് അടുത്ത പ്രശ്നം ടെമ്പറമെന്റ് എക്സ്പെക്ടേഷൻസ്. നമ്മൾ ആ വേണ്ടത് ടെമ്പറമെന്റ് ഈസ് യൂണിക്, ടെമ്പറമെന്റ് ഈസ് ബയോളജിക്കൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്സ് ടെമ്പറമെന്റ്. ഇത് പറഞ്ഞ ടെമ്പറമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം വേണം എന്ന് പറഞ്ഞത് ഓരോ കുഞ്ഞിന്റെയും അവന്റെ ഉള്ളിൽ ജനിതക ഘടകത്തിൽ കൂടെ അവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതായിട്ടുള്ള അവൻ്റെതായിരിക്കുന്ന പ്രത്യേക സവിശേഷതകളുണ്ട് ഓരോരുത്തരെയും. ദ നേച്ചർ ആൻഡ് ടെമ്പറമെന്റ്, ഇത് രണ്ടുമാണ് വളരെ വ്യക്തമായിട്ടും ഈ നേച്ചറും ടെമ്പറമെന്റും ഡിസൈഡ് ചെയ്യുന്ന ഏതാ നിങ്ങൾ പറയാം. ഇത്രയും ക്ലാസ് എടുത്ത് പറയാം. ഒരു മനുഷ്യന്റെ നേച്ചറും ടെമ്പറമെന്റും ഡിസൈഡ് ചെയ്യുന്ന ഏതാ? ജനറ്റിക് ഫാക്ട് ആണോ? അതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ആണോ? നമ്മുടെ നേച്ചറും ടെമ്പറമെന്റും എല്ലാവരുടെ എൻറ്റയർലി ഡിഫറന്റാ. ഇത് ഡിസൈഡ്, അതുകൊണ്ടാ നമുക്ക് ഒരു വ്യക്തിയോടും ഈക്വൽ ആണോ? അല്ല. ഇത് ഡിസൈഡ് ചെയ്യുന്ന ജനറ്റിക് ഫാക്ടറാണ്. ഈ ടെമ്പറമെന്റ് നമ്മുടെ ഉള്ളിലുണ്ടായി. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന്റെ ടെമ്പറമെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇതിന് ഇച്ചിരി ട്രെയിനിങ് വേണം. ഇതാണ് നേച്ചർ ആൻഡ് ടെമ്പറമെന്റ്. ഇതുമായിട്ടുള്ള ടെമ്പറമെന്റ് വേഴ്സ് എക്സ്പെക്ടേഷൻ. കൊച്ചിന്റെ ടെമ്പറമെന്റും ഉണ്ട്, നമ്മുടെ എക്സ്പെക്ടേഷനും ഉണ്ട്. നമ്മളെ കുഞ്ഞിനെ എങ്ങനെയാ വളർത്തുന്നത്? കൊച്ചിന്റെ ടെമ്പറമെന്റിനനുസരിച്ചാണോ? പിന്നെ എങ്ങനെയാ പറഞ്ഞു? നമ്മുടെ എക്സ്പെക്ടേഷൻസ്. ഇവിടെയാണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് തന്നെ ഫാമിലി ലൈഫിലും ഭർത്താവിന്റെ എക്സ്പെക്ടേഷനും ഭാര്യയുടെ ടെമ്പറമെന്റും, ഭാര്യയുടെ എക്സ്പെക്ടേഷനും ഭർത്താവിന്റെ ടെമ്പറമെന്റും അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഫാമിലി ലൈഫിൽ എന്നാ ഉണ്ടാകുന്നത്? പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫോർ ദ ഗ്രോത്ത്, നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെമ്പറമെന്റ് ഓഫ് യുവർ ചൈൽഡ് ആയതുകൊണ്ടാണ്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്നാ പറയും? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെമ്പറമെന്റ് ഓഫ് യുവർ സ്പൗസ്. ഇതാണ് നമ്മൾ പറയുന്നത്. ദെൻ ടെമ്പറമെന്റ് ഇറ്റ് ഈസ് ഓൾസോ ബയോളജിക്കൽ. ഈ ടെമ്പറമെന്റിന് ഒരു ബയോളജിക്കൽ പാർട്ടുമുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സൈക്കോളജിക്കൽ പാർട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്സ്. അതാണ് സ്കിൽ ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നത്. അടുത്തത് ഞാൻ കൊട്ടേഷൻ, യുവർ ചൈൽഡ് ആർ നോട്ട് യുവേഴ്സ്, ദേ ഓൺലി കെയിം ടു ത്രൂ ബൈ ദിസ് വേൾഡ്. നമ്മുടേതാണോ കുഞ്ഞുങ്ങളെ? ആണോ? അല്ല പിന്നെ എങ്ങനെയാ? നമ്മളിൽ കൂടെ. അപ്പൊ നമ്മളെ എപ്പോഴും അത് കാലിക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത വേർഡ് കൂടെ നോക്കിയേ. അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻവയറമെന്റ്. നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്കറിയാവുന്ന. 1 ജനറ്റിക് ഫാക്ടേഴ്സ്, 2 എൻവയറമെന്റ്, 3 മോഡലിംഗ്. നമ്മളെ ജനറ്റിക്കലി എന്തായാലും നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഏതാണെന്ന് ചോദിച്ചാൽ എൻവയറമെന്റ് ആണ്. ഞാനതിന് ജസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നിങ്ങളെ കണ്ടിരിക്കുന്ന ഒരു മലയാളം TV പടം കാണും. ഈ ചാന്തുപട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിന്റെ അകത്തെ ഇനി ഞാൻ പറഞ്ഞ ആശയം ഒന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവോ? ഞാൻ സാധാരണ പോകുമ്പോൾ ഈ ക്ലിപ്പിംഗ് കൂടി ഇട്ട അന്നേരം കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഞാൻ എടുത്തോണ്ട് പോന്നിട്ടില്ല. അവിടെ ജനറ്റിക്കലി അതിനകത്തെ കഥാപാത്രം ജനിച്ച എങ്ങനെയായിരുന്നു? ആണായിട്ടാണ്. പക്ഷെ ആ ആണ് അവന്റെ വളർച്ചയിൽ കൂടെ, എൻവയറമെന്റിൽ കൂടെ ആരായി? പെണ്ണായി തീർന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കി തീർക്കുന്ന ആരാ? ആണാക്കുന്നതും പെണ്ണാക്കുന്നതും കള്ളുകുടിയനാക്കുന്നതും പെണ്ണുപിടിയനാക്കുന്നതും എല്ലാം ആരാ? ഇത് ഞാൻ ആ പടം ഞാൻ ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല. നമ്മളല്ല, ജനറ്റിക്കൽ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന എൻവയറമെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്കില്ലാതെയാക്കാം. അതേസമയം ജനറ്റിക്കലി ഓക്കെ ആണെങ്കിലും നെഗറ്റീവ് ആയിരിക്കുന്ന എൻവയറമെന്റ് ആണെങ്കിൽ ആ കുഞ്ഞ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. തകരുമെന്ന് ഞാൻ പറയുകയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എൻവയറമെന്റ് എന്നാ ഉണ്ടായി ആണ്. ഇത് നിങ്ങൾ അത് വളർച്ചയെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മുടെ വളർച്ചയിലെ ഏറ്റവും ഈ എൻവയറമെന്റ് ഓരോ നിമിഷവും ചേഞ്ച്. അത് ദീർഘമായിട്ട് എനിക്ക് പറയാനാണെന്നെങ്കിൽ തമാശയായിട്ട് പറയും. ഇപ്പൊ തന്നെ സമയം 8:30 ഞാൻ ഇത് 2 മണിക്കൂർ എടുത്ത് പോയിട്ട് 3 മണിക്കൂർ എടുത്താലും എന്റെ ഈ പ്രസന്റേഷൻ പോലും തീരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് നോർമൽ നാച്ചുറൽ എൻവയറമെന്റ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സ്കൂള്, വീട്, സൊസൈറ്റി എൻവയറമെന്റ് നോർമൽ ആണോ? when we are trying to abnormal environment it is creating stress. അത് എല്ലായിടത്തും, കുഞ്ഞുങ്ങൾക്ക് മാത്രം എല്ലാവർക്കും. നമുക്ക് abnormal environment ഉണ്ടാകുമ്പോൾ we are trying to adapting, then when we are not able to trying to adapting it will create the stress ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നമുക്കറിയാമല്ലോ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഉണ്ടാവും. ആ ഫ്ലൈറ്റും ഫൈറ്റിനും സാധിക്കുന്നില്ലെങ്കിൽ ആ ഫൈറ്റും ഫ്ലൈറ്റും ചെയ്യുന്നതാണ് എന്നാണെന്നറിയാവോ? നമുക്കറിയാമല്ലോ, വീട്ടിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് സാധാരണ അങ്ങോട്ട് നല്ലപോലെ ബുദ്ധിമുട്ടി ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാൻ വരുമ്പോഴത്തേക്ക് എന്നാ ഉണ്ടാവും? സ്ട്രെസ് കൂടി കഴിയുമ്പോൾ കഴുകുന്ന പാത്രം എടുക്കും, 2 കുത്തെടുത്തു.
കൊടുക്കാത്ത ഭാര്യമാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലെ അങ്ങോട്ട് പോകുമ്പോൾ കഥ തന്നെ എടുക്കും. അതെന്നതാ? അങ്ങനെ കഥ അങ്ങ് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതിന് എന്നാ കിട്ടും? ഒരു സമാധാനം. അത് നല്ലതാകട്ടെ ഒരു പരിധി വരെ. അല്ലെങ്കിൽ മാനസിക രോഗികളായിട്ട് പോകും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയതിനു ശേഷം ഈ അവിടെ അടുത്തതാ ഫ്ലൈറ്റ് വന്നു കഴിയുമ്പോൾ അറിയോ, വലിയ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇവക്കിട്ട് തല്ലാനും പറ്റുകയില്ല, കുഞ്ഞുങ്ങളും കാണും, അന്നേരം നടക്കും. ഉടനെ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ 2 മേടിച്ച് എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ അന്നേരം പോയി ഇന്റർനെറ്റിനകത്ത് കയറിയ ശേഷം ആവശ്യമില്ലാത്തതെല്ലാം സെർച്ച് ചെയ്യാനായിട്ട്. മനസ്സിലായി? അന്നേരത്തേന് കുറെ ഇതുണ്ടാകും. ഇതേ അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മുടെ ഈ സംഘർഷം കുറയുന്നുണ്ട്. പക്ഷെ അടുത്ത പ്രോബ്ലം എന്നാണ്? ഡെവലപ്പ് ചെയ്യൂലേ? ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇത് അടുത്തതായിരിക്കുന്ന പ്രശ്നത്തിൽ then if we are not, the stress will increase and that is the reason for developing the neurosis. ഇന്ന് നമ്മുടെ മനുഷ്യരിലെ ന്യൂറോസിസ് എന്താണെന്ന് അറിയാവുന്നവർക്ക് പറയാമോ? What is neurosis? It is the mild mental health problem. നമ്മുടെ അതിന് അടുത്തേക്ക് വരാം. മനുഷ്യന് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. മെന്റൽ ഹെൽത്ത് പ്രോബ്ലം രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ആ മെന്റൽ ഹെൽത്ത് പ്രോബ്ലത്തിൽ മേജർ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, മൈൽഡ് മെന്റൽ ഹെൽത്ത് ഉണ്ട്. മേജർ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. മൈൽഡ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ മനുഷ്യർക്ക് കൗൺസിലിംഗിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വരുന്നതിൽ ന്യൂറോട്ടിക് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരില്ല. പേടി, ഭയം, ആങ്സൈറ്റി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഒളിച്ചോട്ടം, അസ്വസ്ഥത, അതുപോലെ തന്നെ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ അത് മാത്രം എടുത്ത് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എടുത്തതിന് ശേഷം അതിന്റെ സിംറ്റംസ് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും എന്നാ ഉണ്ടായി? ന്യൂറോട്ടിക് ട്രേറ്റ്സ് ഉണ്ടായി. ഈ ന്യൂറോട്ടിക് ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെസ് ആണ്. അതാണ് ഇന്നത്തെ വളർച്ചയുടെ ഫലമായിട്ട് നമുക്ക് തന്നെ, പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെ സ്ട്രെസ് ആണ് നമ്മൾ ആരിലേക്ക് കൊടുക്കുന്നത്? പിള്ളേരിലേക്ക് അങ്ങോട്ട് ഇമ്പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് ഈ സ്ട്രെസ്സിന്റെ അളവ് എല്ലാവർക്കും എന്നാടുത്തിരിക്കുമെന്ന് കണ്ടമാനം കൂടിയിരിക്കുന്നതായിട്ടുള്ള സ്റ്റേജാണ്. ആ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ന്യൂറോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതിന്റെ then it is not, stress is not in our environment, it is what we perceive in our mind and body. Normally stress is not in the environment. When we are facing some abnormal environment or situation, it will creating some problems, and if the person is not able to identify or understand it in a positive way, we are perceiving that things in the negative way, that is creating the stress. That is നമ്മുടെ എൻവയറമെന്റിൽ ഇല്ല. നമുക്ക് ഉണ്ടാകുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചാനലൈസ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രിസീവ് ചെയ്യുന്ന വേ മാറിക്കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും അഫക്ട് ചെയ്യും. അത് ഏതായിട്ട് മാറും? സ്ട്രെസ് ആയിട്ട് മാറും. ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ അല്ലെങ്കിൽ നമുക്ക് നല്ല മാനസിക കരുത്തില്ലെങ്കിൽ ഇത് പ്രിസീവ് ചെയ്യുന്ന രീതി മാറിക്കഴിയുമ്പോൾ നമ്മളെ കണ്ടമാനം ആങ്ഷ്യസ്, സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സിംറ്റം ഹൈ ആങ്സൈറ്റിയാ. ആങ്ഷ്യസ് ആവും. അതേ തുടർന്ന് ഭയങ്കര പ്രശ്നങ്ങളെ ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഇതാണ് സ്ട്രെസ്സിലേക്ക് വരുന്നത്. ഇത് കുഞ്ഞുങ്ങളിലേക്ക് നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ അതിന്റെ ഡെഫിനിഷൻ കൂടെ നോക്കിക്കോ. നിങ്ങൾ നോക്കിയ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S is equal to P, എന്നാ ലെസ് ദാൻ ആണോ മോർ ദാൻ ആണോ? ഗ്രേറ്റർ ദാൻ R. വാട്ട് ഈസ് അത് നോക്കിക്കേ. സ്ട്രെസ് occurs when pressure is greater than the resources. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വളർച്ചയും പണ്ടത്തെ വളർച്ചയും തമ്മിലുള്ള. പണ്ട് സ്ട്രെസ്സിന്റെ അളവ് കുറവായിരുന്നു. ഇപ്പോഴും സ്ട്രെസ് നമുക്കുണ്ടായി. സ്ട്രെസ് ഉണ്ടാക്കി കഴിയുമ്പോൾ that is creating a pressure in our body and mind. നമുക്കറിയാമല്ലോ സ്ട്രെസ് ആണ് സകലവിധമായിരിക്കുന്ന സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സിനും കാരണമായിരിക്കുന്നത്. ഈ പ്രഷർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഈ പ്രഷറിനെ മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ പറ. ആ റിസോഴ്സസ് ആ പേരൻസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഹസ്ബൻഡ്, വൈഫ്, പേരൻസ്, നമ്മുടേതായിരിക്കുന്ന കമ്മ്യൂണിറ്റി, നമ്മുടെ ചർച്ച്, മനസ്സിലായോ? ഈ കുഞ്ഞ് നമുക്കുണ്ടായി, ഇന്ന് നമ്മുടെ ആ കുഞ്ഞിന്റെ മരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നാ ഉണ്ടായിരിക്കുക? സ്ട്രെസ് ഉണ്ടായി. ആ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ ഉണ്ടാക്കി? പ്രഷർ ഉണ്ടായി. ആ പ്രഷറിനെ അതിജീവിക്കാനുള്ള റിസോഴ്സസ് ആ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാന്നിധ്യം നമ്മളവിടെ പോയത്. ആണോ? അച്ഛന്മാരവിടെ ചെന്നു, നിങ്ങൾ സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആരോടെ ഇല്ലെങ്കിലോ അവിടെ എന്നാ എടുക്കും? ആ പ്രഷർ എന്നാ എടുക്കും? ഇൻക്രീസ് ചെയ്യും. അവരെന്നാ എടുക്കും? കൊളാപ്സ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് മാതാപിതാക്കളുടെ എന്താണെന്നറിയോ? ഈ ഉണ്ടാകുന്ന പ്രഷറിനെ മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ കൗൺസിലറുടെ റോൾ എന്ന് പറഞ്ഞാൽ, അച്ഛന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ദ ക്ലയന്റ് ടു ഐഡന്റിഫൈ ദ റിസോഴ്സസ് ദാറ്റ് ഈസ് ഏബിൾ ടു മാനേജ് ദ സ്ട്രെസ്. അതാ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ കൗൺസിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരു ദമ്പതികൾ വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കും
what are the resources given by you through God or by God to manage the stress, to overcome the pressure. ഇത് ഉണ്ടാക്കിയെടുക്കാം. ആ പ്രഷറെ അമിതമായി ഓവർകം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേന് ആ പ്രഷറിനെ മാനേജ് ചെയ്യുവാനായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗമാണ്, ഒരു റിസോഴ്സസ് ആണ് ഏതെന്ന് പറയുന്നത്, വെള്ളാടി. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നതാ, എനിക്ക് ഇവിടെ കൊണ്ടും അടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ അടുക്ക വരണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കാതെ ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അടിക്കാത്തവരും അടിച്ചു പോകും. ഞങ്ങളൊക്കെ ചിലപ്പോൾ അച്ഛന്മാരായതുകൊണ്ട് അടിക്കാതെ ജീവിക്കുന്നുണ്ട്. അവിടെ ചിലത് അടിച്ചു പോകും, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാ എടുക്കണം, വീട്ടിൽ വരും പ്രഷർ ഇൻക്രീസ് ചെയ്യാത്ത രീതി മര്യാദയ്ക്ക് ജീവിക്കാൻ ടാർഗുണ്ട്. ഞാൻ ചിലപ്പോൾ പ്രീമാറ്റിൽ പറയും, ഒരു മനുഷ്യൻ വന്നാൽ അവരുടെ ആ ഒരു റിസോഴ്സസ് എന്നാ ചിലപ്പോൾ ജോബ് സ്ട്രെസ് ഉണ്ട്, അതുപോലെ സ്ത്രീകൾക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നാ എടുക്കണം, ഇവരും എന്നാ എടുക്കണം, കുടിക്കാൻ പോകണം. പിന്നെ നമുക്ക് ആ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് കുടിക്കുന്നില്ലെങ്കിലും ബൈപ്പാസിംഗ് റിലേഷൻഷിപ്പിലേക്ക് പലരും പോയി പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റും. ഭർത്താവിൽ നിന്നും ഉള്ള ആ റിസോഴ്സസ് കിട്ടാതിനോ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്ന ഏതാ. അതുകൊണ്ട് ഈ പ്രഷർ ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് ആണെന്നാണ് നമ്മുടെ. അതുകൊണ്ടാണ് ഇത് മിത്ത് പറയുന്നത്. എനിക്ക് നമ്മൾ എന്തിനാ കുടിക്കുന്നത്, എനിക്കുള്ള എന്റെ മാനസിക സംഘർഷം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നാ എടുക്കണം. പക്ഷെ ഈ സ്ട്രെസ് അനുഭവിക്കുന്നവർ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഇതിന്റെ അകത്ത് സ്ട്രെസ് മാനേജ് ചെയ്യണ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നേക്കാം. മെഡിക്കൽ ഫീൽഡ് അറിയാലോ ഉണ്ടായി. ഈ സെറട്ടോണിൻ ഹോർമോൺസ് ആണ് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി തരുന്നത്. ഡോപാമിൻ ട്രാൻസ്മിറ്റേഴ്സും സെറട്ടോണിൻ ഹോർമോൺസും ആണ് നമുക്ക് തരുന്നത്. ഈ സെറട്ടോണിൻ ഹോർമോൺസ് സാധാരണഗതിയിൽ മദ്യം കുടിച്ചു കഴിയുമ്പോഴത്തേനെ അത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് വ്യത്യാസപ്പെടുന്നതുകൊണ്ട് നോർമൽ ആയിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഇവന് പിന്നെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ആൽക്കഹോളിന്റെ ഇത് മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഇവര് വീണ്ടും എന്നാ എടുക്കും, സ്ട്രെസ് കൂടുതലുണ്ടാകുമ്പോൾ അന്നേരം വീണ്ടും ഇത് കഴിക്കണമെന്ന്. അപ്പൊ അവരെ ക്രേവിംഗ് വീണ്ടും ഉണ്ടാവും. അങ്ങനെ അവൻ പെട്ടെന്ന് ഇതിന് അഡിക്റ്റ് ആവും, മദ്യത്തിന് അഡിക്റ്റ് ആയി. ഇത് ഞാൻ അവസാനം ലാസ്റ്റ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി എന്റെ വേരിയബിൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ലാസ്റ്റ് ഡിസ്കഷൻ കൊടുത്തിരിക്കുന്ന ഈ ഫാക്ടർ ഒരെണ്ണം ഞാൻ എങ്ങനെയാണ് ഇതിനെ മാനേജ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ഇതാ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് സ്പിനോസയുമായിട്ട് കൺസൾട്ട് ചെയ്താൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ, ഇത് പ്യുവർ സയന്റിഫിക് ആണ്. ഈ സെറട്ടോണിൻ ഹോർമോൺസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ റിസോഴ്സസ് തേടി കൂടി മറ്റുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന നെഗറ്റീവ് കോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നാ ഉണ്ടാകണം, ഇതിന് പകരം പോസിറ്റീവ് കോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് പോകണം. അവിടെയാണ് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള റിസോഴ്സസ് ആണ് ദ പോസിറ്റീവ് ഫാമിലി റിലേഷൻഷിപ്പ്. ആണോ? അപ്പനെ ഇന്ന് പോസിറ്റീവ് ഫാമിലി റിലേഷൻഷിപ്പില്ല. ഭാര്യ ഒരിടത്തെ, ഭർത്താവ് ഒരിടത്തെ, കുഞ്ഞുങ്ങളൊരിടത്തെ, അപ്പനൊരിടത്തെ, അമ്മയൊരിടത്തെ. മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ ചേഞ്ചിങ് അറ്റ്മോസ്ഫിയർ കണ്ടമാനം മാറിയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എവിടെയാ കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത്, ടു ഹെൽപ്പിംഗ് ദ പേഴ്സൺ ടു ഐഡന്റിഫൈ ഏതാ ഈ റിസോഴ്സസ്. വേണം ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ സമയമുണ്ട്, അതിപ്പോ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് മുഴുവൻ ഓരോന്നും അടുത്ത ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ട് കൊടുത്തോട്ടാ പോകുന്നത്. അല്ല അത് ഒരു 10-60 പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ എഴുതിക്കൊണ്ട് ഇതൊരു വൺ ഡേ പ്രോഗ്രാം ആണെങ്കിൽ ഇത് മുഴുവൻ ഈ പറയുന്ന മുഴുവൻ 2 ദിവസത്തിനുള്ള ക്ലാസ്സാണ്. ബ്രെയിൻ സ്റ്റോമിങ്ങും അതുപോലെ ആക്ടിവിറ്റി കൊടുത്ത സാറിന് ഞാൻ ക്ലാസ് എടുത്ത് പിള്ളേരുടെ ഇടയിലാണ് പോകുന്നതായിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾ തന്നെ എടുക്കണം, ബ്രെയിൻ സ്റ്റോമിങ് നടക്കണം. നിങ്ങൾക്ക് ഞാൻ ഇപ്പം സിമ്പിളി ചോദിക്കാം, നിങ്ങൾക്കുള്ള റിസോഴ്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയുകയില്ല. പക്ഷേ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന എന്തുമാത്രം റിസോഴ്സ് ഉണ്ട്, ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ അടുത്ത നിങ്ങളുടെ പോകട്ടെ. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇത് ഹൗ ബോഡി റിയാക്ട്സ് വിത്ത് സ്ട്രെസ് സൈക്കോഫിസിക്കലി ഉണ്ടാകുമ്പോൾ 3 റെസ്പോൺസസ് ആണ് ഉണ്ടാകുന്നത്. ആ റെസ്പോൺസസ് ആണ് നമ്മുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്തതിന്റെ കാരണം. ഒന്ന് അലാം ഫേസ്. ഫസ്റ്റ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫേസ് ഏതാ? അലാം ഫേസ്. സെക്കൻഡ് ഫേസ് ഈസ് അഡാപ്റ്റേഷൻ ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഏതാ? എക്സോഷൻ. ഈ 3 ഫേസ് ആണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നില്ല. ജസ്റ്റ് സ്ലൈഡ്. Then അടുത്ത അലാം ഫേസ്. This is the fight or flight response that prepares the body for immediate action. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഹോർമോൺസിലെ വ്യതിയാനം ഉണ്ടാവും. പ്രത്യേകിച്ചും അഡ്രീനൽ ഹോർമോൺസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വ്യതിയാനം ഉണ്ടാകുന്നത്. അഡ്രീനൽ ഹോർമോൺസിന്റെ വ്യതിയാനം ഉണ്ടായി കഴിയുമ്പോഴത്തേന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. പട്ടി നമ്മുടെ നേരെ ചടിക്കാനായിട്ട് കാടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഉടനെ നമുക്ക് എന്നാ ഉണ്ടാവും? ഒരു പേടി ഉണ്ടാവും. പേടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഉടനെ അവിടെ ചുമ്മാ നിൽക്കുവോ? പിന്നെ നടക്കും, ഒന്നി ഓടും, അല്ലെ വടിയെടുത്ത് കല്ലെടുത്ത്
എറിയും എന്ന് പറഞ്ഞാൽ അന്നേരം അതിന് പ്രവർത്തിക്കാനുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ? അന്നേരം അഡ്രീനൽ ഗ്രന്ഥിക്ക് മെസ്സേജ് നേരെ എവിടുന്ന് കൂടി ചെല്ലും? തലച്ചോറിൽ ചെല്ലും. തലച്ചോറിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നേരെ അഡ്രീനൽ ഉത്പാദിപ്പിക്കും. അഡ്രീനൽ ഉത്പാദിപ്പിച്ചു കഴിയുമ്പോഴേ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്നെ എടുക്കും, റിയാക്ട് ചെയ്തിരിക്കും. ആ ഇമ്മ്യൂണിറ്റി റിയാക്ഷൻ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കാണിക്കുന്നതാണ് നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റത്തിലുള്ള എടുത്തുചാട്ടം എന്ന് പറയുന്നത്. എടുത്തുചാട്ടം ഇല്ലേ? ആ എടുത്തുചാട്ടം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ എന്നെ എടുക്കും, വഷളാക്കും. അതാണ് ആദ്യമേ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ഫേസ് ആണ്. സെക്കൻഡ് ഫേസ്. സെക്കൻഡ് അഡാപ്റ്റേഷൻ ഫേസ് എന്ന് പറയുന്നാൽ ഇത് ആദ്യമേ പെട്ടെന്ന് എടുത്തിയായിട്ടുള്ള പ്രവർത്തനം, രണ്ടാമത് അത്രയും ഉണ്ടാവുകയില്ല. ഇഫ് ദ സോഴ്സ് പെർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ സോഴ്സ് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ the body prepares for long term protection. Long term protection ആണല്ലോ ബോഡിക്കല്ലേ. Then so secreting hormones to increase the blood sugar level. ആ സമയത്ത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. that is increasing the sugar levels നമ്മുടെ increase ചെയ്യും. This phase is common and not necessarily harmful but must include periods of relaxation and rest to counterbalance the stress response. ഇത് പതുക്കെ വലിയ പ്രോബ്ലം ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് ചില നമുക്ക് നോർമൽ ഫേസ് ഉണ്ടാവും. നോർമൽ ഫേസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് അത് സാധാരണ അഡാപ്റ്റേഷൻ ചെയ്ത് നോർമൽ ആയിട്ടങ്ങ് പോകും. പോയി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമുക്ക് ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ബോഡിയിലാണ് എന്നാ ഫെറ്റീഗ്, കോൺസെൻട്രേഷൻ ലാപ്സ്, ഇറിറ്റബിലിറ്റി ആൻഡ് ലെതറി റിസൾട്ട്സ് ആസ് ദ സ്ട്രെസ് സ്റ്റേറ്റ്സ് നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ ഈ നമുക്ക് അമിതമായിട്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് വലിയ എടുത്തുചാട്ടം ഒന്നും ഉണ്ടാകുകയില്ല, സെക്രീഷൻ ലെവൽ ഉണ്ടാകും. അന്നേരത്തേക്കിന് നമുക്ക് ക്ഷീണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മൾ ആകെപ്പാടെ അസ്വസ്ഥരായിട്ടിരിക്കുന്ന സ്റ്റേജ്. ആ സ്റ്റേജിലും ചിലർ എന്തിനു പോകും? ഈ സ്റ്റേജ് വരുമ്പോഴും എന്നാണ്ടാവും? ക്ഷീണം ഉണ്ടാകും, ഉന്മേഷമില്ലായ്മ വരും, ആകെപ്പാടെ ഒന്നിനും ശ്രദ്ധയില്ലാതെ വരും. അന്നേരത്തേക്കിനാണ് ഇവൻ മൗനമായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഷാജി ഇവനെ കാണും. എടാ നിനക്ക് എന്നാ പറ്റി എന്ന് ചോദിക്കും. അവൻ പറയുന്നു ഒരു രസവും എന്ന് പറയും. എന്താ പാടാ നമുക്ക് പോയി രണ്ടെണ്ണം അടിച്ചേക്കാം. ഷാജി കൊണ്ടോ മനസ്സിലായല്ലേ? ഷാജി എന്നുള്ളതല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഷാജിയല്ല പറയാൻ പറ്റും. കാരണം എനിക്ക് ഷാജിയെ പറഞ്ഞ ഷാജിനെ ഉടനെ എടുക്കില്ല. വേറെ ഒരു പറഞ്ഞ അച്ഛൻ എനിക്കിട്ട് കൊട്ടേഷൻ അടിക്കുന്ന പറഞ്ഞേ. അപ്പം ഇതാണ് ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യം. മനസ്സിലായല്ലേ? ഈ സ്റ്റേജിലും നമുക്ക് എന്നാ ഉണ്ടാകും? നെഗറ്റീവ് ഇതെല്ലാം ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത് എന്നതാ? നെഗറ്റീവ് കോപ്പിംഗ് സിസ്റ്റം. അല്ലാതെ ആരും മനഃപൂർവ്വമൊന്നുമല്ല. പിന്നെ പ്രിയർ പ്രഷർ വേറെ ഉണ്ടായി. ഇത് ഈ നെഗറ്റീവ് കോപ്പിംഗ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഞാൻ ആൽക്കഹോളിസം മാത്രമല്ല ഏതെങ്കിലും നെഗറ്റീവ് പ്രവർത്തനം ഉണ്ടാകുന്നതിന്റെ റീസൺസ് പറയുന്നത്. ഇത് വളരെ സയന്റിഫിക് ആയിട്ടാണ്. നിങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും അറിയാവുന്ന ചോദ്യം. ഇതാണ് ശരിക്കുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ആരും മനഃപൂർവ്വമായിട്ട് കുടിച്ചതിന് ശേഷം ജീവിതം നശിപ്പിക്കണമെന്ന് ഒരു കുടിയനും എന്നെ എടുക്കുന്നില്ല. ഒറ്റ കുടിയനും ഇതുപോലെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല. അവര് എപ്പോഴും പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് വെളി കിടക്കണം. പക്ഷെ അവർക്ക് കിടക്കാൻ പറ്റില്ല. അത് ഏത് നെഗറ്റീവ് സിസ്റ്റം ആണെങ്കിലും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമുക്കുണ്ടാകുന്ന സയന്റിഫിക് ആയിരിക്കുന്ന പറയുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ് എന്നതാണ്? വാട്ട് ഈസ് ദ തേർഡ് സ്റ്റേജ്? നമ്മൾ പറഞ്ഞ അടുത്ത മതി. Then exhaustion in chronic stress. അതിന് സ്ട്രെസ് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സിറ്റുവേഷൻ സഫേഴ്സ് enter the exhaustion phase. Emotional, physical and mental resources suffer heavily. ഈ സ്റ്റേജ് അക്യൂട്ട് ആയിട്ട് ക്രോണിക് എന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേജസ് കണ്ടമാനം അക്യൂട്ട് ആയിട്ടുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഉണ്ടാകുക. ഇതാണ് നമുക്ക് പെട്ടെന്ന് ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേന്. ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന ക്രൈസിസ് സിറ്റുവേഷനിൽ ഈ സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പോഴാണ് അത് ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് നീണ്ടു പോകുന്നത്. അതാണ് ഇപ്പൊ നമുക്ക് ആ കുഞ്ഞിന്റെ ഒരു ഇതുണ്ടായി അവിടെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ഏതിലേക്ക് പോകും? ഈ സ്റ്റേജിലേക്ക് പോകും. അന്നേരം അവരൊക്കെ അക്യൂട്ടായിരിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലമോ അല്ലെങ്കിൽ അന്നേരമാണ് നമ്മളെ അവസാനം വന്നു കഴിയുമ്പോഴത്തേന് സൂയിസൈഡ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അക്യൂട്ടായിരിക്കുന്ന സ്റ്റേജിലേക്ക് പോകാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദിസ് ദ ബോഡി എക്സ്പീരിയൻസ് അഡ്രീനൽ എക്സോഷൻ ലീഡിംഗ് ടു ഡിക്രീസ്ഡ് സ്ട്രെസ് ടോളറൻസ്, പ്രോഗ്രസീവ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ, ഇൽനസ് ആൻഡ് കൊളാപ്സ്. ഈ സ്റ്റേജിലാണ് അഡ്രീനൽ നമ്മുടെ ഹോർമോൺസിന്റെ ലെവലിൽ വ്യതിയാനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിനെ എഫക്ട് ചെയ്യും. ആ സമയത്ത് ഷുഗർ ലെവൽ വ്യത്യാസം ഉണ്ടാവും. ആ സമയത്താണ് അമിതമായിരിക്കുന്ന സ്ട്രെസ് വരുന്നവർക്ക് പെട്ടെന്ന് ഏതായിരിക്കും? ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളെ വരുന്നത്. ഈ സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതിനു ശേഷം നമുക്ക് ഇപ്പൊ പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യന്റ്. കാരണം ഷുഗർ ലെവലിൽ വ്യതിയാനം, പാൻക്രിയാസിന്റെ പ്രവർത്തനം എന്നാണ്? നമ്മൾ ഓർക്കും ഇത് ഇപ്പൊ അമിതമായിരിക്കുന്ന സ്ട്രെസ്സിന്റെ ലെവൽ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഈ പാൻക്രിയാസിന്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടായതിനു ശേഷം ഷുഗർ ലെവൽ മാറുന്നതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ആൾക്കാർ ഉണ്ടായിത്തീരുന്നത് ഡയബറ്റിക് ആയി പോകുന്നതിന്റെ കാരണം. അതുപോലെ തന്നെ ഹൈ പ്രഷർ, BP ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാരണം.
then cardiac problem. These all are lifestyle diseases. ഇതിനെ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം. അതിന്റെ ഇത് മദ്യപാനം കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് പ്രഷർ ഉണ്ടായി കഴിയുമ്പോൾ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ കംപ്ലീറ്റ് ദ ബ്രെയിൻ സിസ്റ്റം. ആ ബ്രെയിൻ സിസ്റ്റത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട 5 ഗ്ലാൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിറ്റ്യൂട്ടറി, അഡ്രിനൽ, ഇത് വരുന്നുണ്ട്. ആ ഗ്ലാൻസിൽ വ്യതിയാനം വന്നതിന് ശേഷം സെക്രീഷൻസിൽ വ്യത്യാസം ഉണ്ടായി അത് മാറ്റും. അത് ഫിസിക്കൽ സ്ട്രക്ചറിനെ ബാധിക്കും. അടുത്ത തലത്തിൽ വന്നു കഴിയുമ്പോൾ ഏതിനെ ബാധിക്കും? ബ്രെയിൻ ഡാമേജിലേക്കും ബ്രെയിൻ പ്രവർത്തനത്തെ ബാധിക്കും. അവിടെ ഉണ്ടാകും. അതിലേക്കാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കിന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോബ്ലമാണ് സൈക്കാട്രി എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് ഇത് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന ഇതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ കുറിച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്താണ് സൈക്കാട്രി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരെന്നായിരുന്നു? സാമുവേലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അദ്ദേഹം പാന്റും ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മറ്റേതിനെ ഇടുന്നില്ല. പാന്റും ഷർട്ടും കോട്ടും ഒന്നും ഇടുന്നില്ല. അതാണ് വ്യത്യാസം. എന്നാ വ്യത്യാസമുള്ള? നമ്മുടെ മനുഷ്യനും എന്നാ വ്യത്യാസം? വിവേകമുണ്ട്. നല്ല ആൻസറാ. പക്ഷെ വിവേകം കിട്ടുന്നത് എന്തുകൊണ്ടാ? അതാ നമ്മൾ മനസ്സിലാക്കാൻ. ഇത് മനനം ചെയ്യും. മനനം ചെയ്യണം. എന്നാ വേണം? പറ. മനസ്സുണ്ടല്ലോ എന്നാ എടുക്കും? മനനം. ഇപ്പൊ മനസ്സെന്ന് പറയുന്നത് എവിടെയാ? ഇവിടെയാണോ? ബ്രെയിനില്ല. എന്നാ മനസ്സുണ്ട്. ഞാനിവിടെ കാണിക്കാൻ പോവാ ഇനി മനസ്സ് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നോക്കണം. നമ്മളും മൃഗവും തമ്മിൽ ദൈവം തമ്മിൽ വ്യത്യാസം കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മൃഗം അബ്നോർമൽ ആകുകയല്ല. നമ്മളാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. മൃഗവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. എന്താണ് സൈക്കാട്രി? സൈക്കാട്രി മീൻസ് ഇത് ഡിസോർഡേഴ്സ് ആണ് കൊടുക്കുന്നത്. അതാണ് മനസ്സിലായി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡിസോർഡേഴ്സ് ഓഫ് ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ശാസ്ത്രശാഖ ഏതിനെ പറ്റിയുള്ളതാ? ദ ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ. ഇതാണ് ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നതിന്റെ കാരണം. ഇദ്ദേഹവും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ആൻസർ ഇദ്ദേഹത്തിന്റെ ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഈ മനുഷ്യന്റെ ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തതിന്റെ അത്രയും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയ്ക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അതും പോട്ടിട്ട് വന്ന് ഈ ക്ലാസ് കേൾക്കാനിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അവർ നമ്മളെ കഴിയും. കാരണം അതാണ് പറഞ്ഞത്. ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ ആണ് നമ്മളെ മൃഗം തമ്മിലുള്ള വ്യത്യാസം. മൃഗത്തിന് ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ എത്രയും ഡെവലപ്പ് ചെയ്തില്ല. നമ്മുടെ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതാണ് ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ പ്രവർത്തനം നോർമൽ. അതാണ് നമുക്കറിയാം. ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകും. നമ്മുടെ കുഞ്ഞിന് ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകുന്ന എപ്പോഴാ? ഇതിന്റെ അകത്ത് ഇതിന് താഴോട്ടുള്ള ഇതിന്റെ ആന്തരികമായിരിക്കുന്ന അവയവങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നാ ഉണ്ടാവും? ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഹാർട്ടോ, അതുപോലെ തന്നെ ലങ്സോ, അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസോ, നമ്മുടെ സ്മോൾ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനോ, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു നെർവ് സിസ്റ്റമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് എന്നാ ഉണ്ടാവും? ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ പ്രവർത്തനത്തിന് ഏതെങ്കിലും തകരാറ് വരുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്ത് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന പോലെ നമ്മുടെ ഹയർ ബ്രെയിൻ ഫംഗ്ഷനെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള അത് പോസിറ്റീവായിട്ട് വളർത്തിയെടുത്താൽ ആ കുഞ്ഞിനെ കുറിച്ച് ആ മനുഷ്യനെ കുറിച്ച് എന്നാ എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതാണ് പണ്ടത്തെ കാലത്ത് അപ്പനും ചെയ്യുന്നത്. ഫിസിക്കൽ ഹെൽത്തിനല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ പ്രവർത്തനം എന്താണെന്നോ അത് അതാണ് ഞാൻ പറഞ്ഞ ഈ ലേണിംഗ് പ്രോസസ്സ് കൊണ്ട് ഹാർഡ്വെയർ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇന്നത്തെ